ആഘോഷം തന്നെയാണ്. ആഘോഷങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അതൊരു മുസ്ലിമിന്റെ കടമയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ ഇതര സമുദായത്തിന്റെ ആഘോഷങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ ആരാധനകളോടോ സാമീപ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ വെളിയിലാണ് എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്യമതത്തിൽപ്പെട്ട ഒരാളുടെ ആഘോഷങ്ങളിൽ മുസ്ലിം പങ്കെടുത്താൽ അവൻ മുസ്ലിം അല്ല, അല്ലെങ്കിൽ അവൻ മുസ്ലിം മതത്തിന് തന്നെ പുറത്താണ്, അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെതിരാണ് അവൻ പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മുടെ ഉസ്താദ് പറയുന്നത്. ഉസ്താദിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒരുപോലെ കഴിയുന്നു. പുരാണങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാമനാവതാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യമാണ് ഓണാഘോഷത്തിന്റെ പിന്നിലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പണ്ടത്തെ ഓണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓണത്തിന് മാത്രമാണ് വസ്ത്രങ്ങൾ എടുക്കുന്നതും പിന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ നമ്മുടെ ഓണത്തിനാണ്, അല്ലെങ്കിൽ പെരുന്നാൾ, ക്രിസ്മസിന്. ഇങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രമാണ് അന്നത്തെ കുടുംബങ്ങളിൽ, അന്നെല്ലാം ദാരിദ്ര്യ കുടുംബങ്ങളായിരുന്നു, അന്നത്തെ കുടുംബങ്ങളിൽ ഒരു ഡ്രസ്സ് എടുക്കുന്നതോ നല്ല ഭക്ഷണം കഴിക്കുന്നതോ ഒക്കെ ഇതുപോലെ ഓണമോ പെരുന്നാളോ ക്രിസ്മസോ ഒക്കെ വരുമ്പോഴാണ്. ഇപ്പം ഓണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രാവിലെ പലഹാരങ്ങൾ നമ്മുടെ അയലത്തുള്ള എല്ലാ മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിലും കുറഞ്ഞതൊരു 8-10 വീടുകളോ ഉണ്ട്. ആ 8-10 വീട്ടിലും കൊണ്ടു കൊടുക്കും. അന്നത്തെ പലഹാരം എന്താണെന്ന് വെച്ചാൽ അന്ന് രാവിലെ വയ്ക്കുന്നതും അതിൻ്റെ കൂടെ രാവിലെ ഉണ്ടാക്കുന്ന കാപ്പിക്കുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ കടകളിൽ നിന്ന് മേടിച്ച മധുരപ്പലഹാരങ്ങളും എല്ലാം കൂടെ ചേർത്താണ് കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ വൈകിട്ട് ചിലപ്പം പ്രഥമനോ ബ്രഹ്മസലിയോ അങ്ങനെ എന്തെങ്കിലും വൈകിട്ട് കൊണ്ടു കൊടുക്കും. അപ്പോൾ അന്ന് വേറെ കൃത്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ അന്ന് അവർ ഓണം ആഘോഷിക്കും. അന്ന് നമ്മൾ കുഞ്ഞായിരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അവർ തിരിച്ചതുപോലെ പെരുന്നാളിന്, കൊച്ചു പെരുന്നാളിന്, വലിയ പെരുന്നാളിന് അപ്പമായാലും ഇറച്ചിയായാലും ഇടിയപ്പമായാലും ഇറച്ചിയായാലും എന്തുവെന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്നതും വെളിയിൽ നിന്നും അവർ വാങ്ങിച്ചും നമുക്ക് കൊണ്ടുതരും. നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കും. നമ്മൾ കൊടുക്കുന്ന അവർ സന്തോഷത്തോടെ സ്വീകരിക്കും. ഹൈന്ദവ സഹോദരൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ നമ്മൾ ചെല്ലണം, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം സ്വീകരിക്കണം എന്നൊക്കെയാണ് ഉസ്താദ് പറയുന്നത്. അത് നല്ല കാര്യമാണ്. ഹൈന്ദവ സഹോദരങ്ങളോട് ആഘോഷിക്കട്ടെ, അവർ അവർ സത്യവളർന്നെ കഴിക്കട്ടെ. അവർ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നമ്മൾ പോകുക വേണം. അയൽവാസിയായ ഹൈന്ദവ സഹോദരൻ വീട്ടിൽ സദ്യ ഉണ്ടാക്കിയിട്ട് മുസ്ലിമീങ്ങളായ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിനെതിരാണെന്നും ആരും പറയാൻ അങ്ങോട്ട് പോകുക വേണം. ആ സദ്യ കഴിക്കുക. ഭക്ഷണം ആര് കൊടുത്താലും മേടിക്കുക, ഉപേക്ഷിക്കരുത്, നിരസിക്കരുതെന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിപ്പം സന്തോഷത്തോടെ സ്വീകരിക്കുക, കഴിക്കുക എന്നുള്ളതാണ്. അവർ പണ്ട് അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം മാറിപ്പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടുകളിലും ഇതേ ഭക്ഷണങ്ങളും കാര്യങ്ങളും വസ്ത്രങ്ങളും എല്ലാം എടുക്കുന്നുണ്ട്. നമ്മുടെ ഹിന്ദുക്കളുടെ കണക്ക് തന്നെ മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ വേണം. അല്ലാതെ ഈ പണ്ടത്തെ രീതിയാണ് വരുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാ ജാതിക്കാരും, ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ വേർതിരിച്ച് പറയുമല്ല, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും ഓണം ആഘോഷിക്കണം, നല്ല വസ്ത്രങ്ങൾ ഇടണം. അതുമല്ല കുഞ്ഞുങ്ങൾക്ക് തന്നെ എന്ത് സന്തോഷമാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഓണം എന്ന് പറയുമ്പം ഒരു പ്രത്യേക വൈബാണ് അവർക്ക്. കാരണം ഇന്നത്തെ തലമുറ അങ്ങനെയാണ്. സ്കൂളിൽ മത്സരങ്ങൾ, തിരുവാതിര, ഒപ്പന. ഞാൻ ഇന്നലെ പോയൊരു തിരുവാതിര ഉണ്ട്. ആ തിരുവാതിരയിൽ 2-3 കുട്ടികൾ പെൺകുട്ടികളാണ്, 2-3 പേര് പെൺകുട്ടികളാണ് തിരുവാതിര കളിക്കുന്നത്. അതിനെ എതിർക്കേണ്ട യാതൊരു കാര്യമില്ല. അവരുടെ സ്ഥാപനത്തിൽ ആ കുട്ടികൾ മറ്റ് ഹിന്ദുക്കളുടെ കൂടെ ഒപ്പന പഠിച്ച് ചെയ്യുന്നു. അത് നല്ല കാര്യമില്ലേ?
അതൊക്കെ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമാണ്. അത് അവരുടെ ഒരു സന്തോഷം, അവരുടെ ആ സന്തോഷം തല്ലിക്കെടുത്തേണ്ട കാര്യമില്ല. ഉസ്താദ് എന്തോ പറയുന്നതെന്ന് അറിയാൻ വയ്യ. ഉസ്താദിൻ്റേതായ രീതിയിൽ പറയുമായിരിക്കും. ഖുർആൻ മൊത്തത്തിൽ അരച്ച് കളിച്ച് കുടിച്ചുകൊണ്ട് എല്ലാം നമ്മൾ അതിനകത്തത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനകത്ത് നിന്ന് അബ്സോർവ് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കുക. അതിപ്പം ബൈബിളായാലും ഖുർആനായാലും ഗീതയായാലും രാമായണമായാലും മഹാഭാരതമായാലും അന്നൊക്കെ ആ കഥകൾക്കകത്തൊക്കെ ചീത്ത കാര്യങ്ങളും നല്ല കാര്യങ്ങളും കാണും. നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഗീതയ്ക്കകത്ത് അല്ലെങ്കിൽ മഹാഭാരതത്തിനകത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യം നേടാൻ ഏത് മാർഗവും സ്വീകരിക്കാം എന്നും പറഞ്ഞ്, ഇപ്പോൾ നമുക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അപ്പോൾ നമുക്ക് ലക്ഷ്യം കുറച്ച് പൈസയാണ് എന്നും പറഞ്ഞ് ഒരുത്തനെ വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ കയറി അങ്ങ് അവനെ കൊന്നിട്ട് പൈസ എടുക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയോ ചെയ്യുന്നത് ആ ശ്രീകൃഷ്ണൻ പറഞ്ഞ് ലക്ഷ്യം അതാണ് നമുക്ക് മെയിൻ, മാർഗം വിഷയമല്ല. ഇപ്പം മോഷ്ടിച്ചെടുക്കുന്ന ആ മാർഗം ശരിയായ മാർഗമാണ് അല്ല. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ കാര്യമാണ്, മഹാഭാരത യുദ്ധത്തിലെ കാര്യമാണ് പറഞ്ഞത്. നമ്മളത് ഈ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് തന്നെ ചെയ്യണം. ഖുർആനിലായാലും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ നല്ല കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുക. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അല്ലെങ്കിൽ മുസ്ലിം ആൺകുട്ടികൾ ഹിന്ദുക്കളുടെ പരിപാടിയിൽ അല്ലെങ്കിൽ ഓണത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ എല്ലായിടവും ഓണാഘോഷമുണ്ട്. ഒരു ഷോപ്പായാൽ തന്നെ അവിടുത്തെ 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ 10 സ്റ്റാഫുകളും പിന്നെ ഒരു ദിവസം അവരുടെ ഓണാഘോഷം നടത്തും. ഉച്ചയ്ക്ക് ഊണ്, പിന്നെ തിരുവാതിര കളി, കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, ഇതൊക്കെ അവർ നടത്തുന്നുണ്ട്. അതിനകത്ത് ആ ഒരു കടയിൽ ചിലപ്പം 5 മുസ്ലിം കുട്ടികൾ കാണും, 5 ഹിന്ദു കുട്ടികൾ, അല്ലെ 2 ഹിന്ദു കുട്ടികൾ കാണും, 2-3 ക്രിസ്ത്യാനി കുട്ടികൾ കാണും. അങ്ങനെ പല രീതിയിലുള്ള 3 ജാതിയിലുള്ള ആൾക്കാരും കാണും. പക്ഷെ അവരെല്ലാം കൂടെ ഈ ജാതി നോക്കിയല്ലല്ലോ ചെയ്യുന്നത്. അവരൊത്തൊരുമിച്ച് ഓണത്തിന് പിന്നെ തിരുവാതിര കളിക്കുന്നു, വടം വലിക്കുന്നു, ഉച്ചയ്ക്ക് എല്ലാ സദ്യയും കൂട്ടി എല്ലാ വിഭവങ്ങളും കൂട്ടി സദ്യ കഴിക്കുന്നു. ഇതൊക്കെ ജാതി നോക്കിയാണ് നടത്തുന്നത്. അപ്പം ഉസ്താദ് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പുള്ളി പറയുന്നത് എന്തുവെന്ന് പുള്ളിക്ക് തന്നെ അറിയത്തുള്ളൂ. ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഏത് ജാതി ആയിക്കോട്ടെ, ആഘോഷങ്ങൾ, മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ ഹിന്ദുക്കൾ പങ്കെടുക്കുന്നില്ലയോ, ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നില്ലയോ? എല്ലാ മതസ്ഥരും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കണം. മുസ്ലിം ഓണം ആഘോഷിക്കരുത്, പിന്നെ അതിനകത്ത് ആഘോഷിച്ചാൽ മുസ്ലിം മതത്തിന് വെളിയിലാണ് എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. നമ്മളാരെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോയിട്ട് വന്ന് കഥ പറഞ്ഞിട്ടുണ്ടോ? ഈ ലോകത്ത് ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല. ആരും പോയ അനുഭവമില്ല. ആരും പോയിട്ട് വന്നതുമില്ല. ആരും ഒരു കഥയും പറഞ്ഞതുമില്ല. പിന്നെ ഇതൊക്കെ ഒരു സങ്കല്പമാണ്. സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് പുരാണങ്ങളിലും മറ്റ് ഈ പിന്നെ രാമായണം, മഹാഭാരതം, ഗീത, ബൈബിൾ, ഖുർആൻ, ഇതിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് ഒരു സാങ്കല്പിക കഥകൾ മാത്രമാണ്. അല്ലാതെ ആരും എങ്ങും പോയിട്ടില്ല, സ്വർഗത്താരും പോയിട്ടില്ല. നമ്മുടെ സ്വർഗവും നരകമൊക്കെ നമ്മുടെ ഭൂമിയാണ്. അപ്പം നിങ്ങളെന്ത് ചെയ്യണ്ടേ? നമ്മുടെ സ്വർഗം നരകം അത് നമ്മുടെ മനസ്സാണ്. അപ്പം നമ്മൾ സ്വർഗം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല പ്രവൃത്തികൾ, നമ്മൾ നല്ലത് ചെയ്യുന്നത്. ഈ ഓണം, പെരുന്നാൾ, ഇതൊക്കെ വരുമ്പം മറ്റുള്ളവരെ, നിവൃത്തിയില്ലാത്തവരെ, രോഗികളെ, ക്യാൻസർ,
കിഡ്നി ഇങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പെട്ട് അതല്ലേ ഓണത്തിന് അല്ലെങ്കിൽ പെരുന്നാളിന് ക്രിസ്മസിന് അരി മേടിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്നവർക്ക് എന്തെങ്കിലും നമ്മുടെ ഇപ്പോഴുള്ള സഹായങ്ങൾ കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ അരി സാധനങ്ങൾ മേടിച്ചു കൊണ്ട് കൊടുത്ത് അവരെയും കൂടെ നമ്മുടെ ആ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന ആ ഒരു ചൈതന്യമാണ് നമ്മൾ സ്വർഗതുല്യമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. കാരണം നമുക്ക് സ്വർഗം കിട്ടിയതിന് തുല്യമാണ്. നമ്മുടെ മനസ്സിനും ഒരു സംതൃപ്തിയാണ്. നമ്മൾ ആ ഓണം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളിന് സദ്യ ഉണ്ണുമ്പോൾ ഞാനൊരു പാവപ്പെട്ടവനെ സഹായിച്ചു എന്നുള്ള ഒരു നമുക്കൊരു സന്തോഷം ആ ഉള്ളിലുണ്ടാകും. ആ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തി സമാധാനമായിരിക്കും. ഞാൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോലും അറിയാതെ ഞാൻ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിലൊക്കെ പല കിഡ്നി രോഗികൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ ഹാർട്ട് സംബന്ധമായ വിഷയമുള്ളവർ, ക്യാൻസർ രോഗികൾ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്. എത്രയോ വ്ളോഗ് ചെയ്ത് പിന്നെ പേഷ്യൻസുകൾ, പല രീതിയിലുള്ള പേഷ്യൻസുകളുടെ വീഡിയോ ഇടാറുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരുവിധം നമുക്ക് കേൾക്കുമ്പം തന്നെ നമ്മുടെ കണ്ണ് നിറയും. അപ്പം ഗൂഗിൾ പേയിൽ വലിയ തുകയൊന്നും കാണാറില്ല, എങ്കിലും അന്നേരം ഉള്ളത് 200 ആയാലും 100 ആയാലും 150 ആയാലും 250 ആയാലും 500 രൂപ വരെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും നമുക്ക് കൊടുക്കാനുള്ള ഇതില്ല. നമ്മൾ അവരേക്കായി കഷ്ടപ്പെട്ട് കഴിയുന്നവരാണ്. പിന്നെ അന്നേരം ഇത് കേൾക്കുമ്പോൾ ഉള്ളത് സെൻഡ് ചെയ്ത് കൊടുക്കും. ആ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലോട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ ഒരു സന്തോഷം. പിന്നെ ഓണത്തിന്, പെരുന്നാളിനൊക്കെ എന്തെങ്കിലും പൈസ കൈ കിട്ടുമ്പോൾ 10,000 രൂപ ഞാനല്ലാതെ ഈ ഇതുപോലൊക്കെയുള്ള കേസിന് ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ഓണത്തിന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ഒരു കൊച്ച് ഇതുപോലെ ക്യാൻസറായിട്ട്, തൊണ്ടയിൽ ക്യാൻസറായിട്ട്, കൊല്ലത്തുള്ളതാണ്. അപ്പോൾ ആ കൊച്ചിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, സ്വന്തമായിട്ട് വീടില്ല, പിന്നെ മരുന്നിനും ജീവിതം കഴിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഓണത്തിന് കിട്ടിയ ബോണസിൽ നിന്ന് ഞാനൊരു 3,000 രൂപ കൊണ്ടുവന്ന് അവർ കൊടുത്ത്, അതാരും അറിഞ്ഞിട്ട് ആരെയും അറിയിക്കാനുമല്ല. എനിക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന ആളാണ്. എനിക്ക് വേണമെങ്കിൽ അതൊരു വ്ളോഗായിട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ മേടിക്കാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക. പോട്ടെ, ഉസ്താദ് പറഞ്ഞതിനെക്കുറിച്ചോട് എനിക്ക് യാതൊരുവിധ അനുകൂലവുമില്ല. ഉസ്താദ് പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ്. എല്ലാവരും ആഘോഷിക്കണം ഓണം. അത് ഏത് ജാതിയായാലും ഏത് മതമായാലും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കണം. ഉസ്താദിൻ്റെ അന്നേരത്തെ ആ മൂഡിനനുസരിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ജനങ്ങൾ പുറണ്ടിരിക്കുന്ന ജനങ്ങളുടെ ആ ഒരു ഇംഗിതത്തിനനുസരിച്ച് അവരെ സൂചിപ്പിച്ചുകൊണ്ട് പുള്ളിയും സംസാരിച്ചെന്നേ ഉള്ളൂ. അപ്പം ഉസ്താദ് പറഞ്ഞതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. എല്ലാ മുസ്ലിം കുട്ടികളും, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദു ആയാലും എല്ലാം ഒരുപോലെ ഓണം ആഘോഷിക്കുക. നമ്മുടെ സ്കൂളിലൊക്കെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയൊന്നും വല്ലതും ഉണ്ടോ? എല്ലാവരും കൂട്ടുകാരായിട്ടല്ലേ എഴുതുന്നത്. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് ഓണാഘോഷത്തിൽ പങ്കെടുക്കുക, ഓണം ആഘോഷിക്കുക, സന്തോഷിക്കുക. നമ്മുടെ സന്തോഷമാണ് നമുക്ക്, അല്ലാതെ മറ്റുള്ളവരുടെ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മതത്തിൽ വിശ്വസിക്കണം, മതം പറയുന്നതനുസരിച്ച് ജീവിക്കണം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മതത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങളിലും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും കാണും. ആ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുക. പിന്നെ സ്വർഗവും നരകവും ഒരിക്കലും നമ്മൾ മരിച്ചിട്ട് സ്വർഗത്തും നരകത്തും പോകത്തില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെറും ജഡമാണ്. പിന്നെ അതിനകത്ത് എന്തിരിക്കും? ആ ജീവൻ പോയി. ഈ ശ്വാസം എന്ന് പറയുന്നത് നിലച്ച്, പിന്നെ അതിനകത്തൊന്നുമില്ല. അത് സ്വർഗത്തും പോകുന്നില്ല, നരകത്തും പോകുന്നില്ല.
അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പം ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മളെ സ്വർഗവും നരകവും അല്ലെങ്കിൽ നല്ലവനും ചീത്തയും ആക്കുന്നത്. അപ്പം ജീവിതത്തിൽ നമ്മൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, പിന്നെ ഒരുത്തൻ്റെ കഷ്ടപ്പാട് കണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കുക, ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കാതിരിക്കുക, ദ്രോഹിക്കാതിരിക്കുക, ആരുടെയും വക മോഷ്ടിക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളിൽ വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നവൻ ഒരു സ്വർഗതുല്യനാണ്, അല്ലെങ്കിൽ അവൻ ദൈവതുല്യനാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നവന് നല്ലൊരു ഹൃദയമുള്ളവനായിരിക്കും. അപ്പോൾ ഹൃദയമാണ് എപ്പോഴും നമ്മുടെ ദേവാലയം എന്ന് പറയുന്നത്. ഹൃദയം ദേവാലയം എന്ന് കവി പാടിയിട്ടുണ്ട്. അപ്പം നല്ല ഹൃദയം ഉണ്ടെങ്കിൽ അതിനകത്ത് പള്ളിയായാലും അമ്പലമായാലും എല്ലാം ഉണ്ട്, ദൈവവും ആ മനസ്സിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എല്ലാ മതത്തെയും ഒരുപോലെ കണ്ട്, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ട്, ജാതി മതമൊന്നും ഇല്ലാതെ എല്ലാ ആഘോഷങ്ങളും സന്തോഷമായിട്ട് പങ്കെടുത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ച്, പിന്നെ കഷ്ടപ്പെടുന്നവനെ സഹായിച്ച് നല്ല രീതിയിൽ കഴിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അടിയിലായിട്ട് പറയുക. ആരെയും ദ്രോഹിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. ആരാണ്ട് പറയുന്നതുകൊണ്ട് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും ജീവിതത്തിൽ സുഖവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും എല്ലാം എല്ലാവർക്കും ഒരു ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും അല്ല പറയുന്ന സർവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.